ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന പച്ചപ്പപ്പായ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ ഒരു ഏകദേശം വലിയ പപ്പായനെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ തരിയോട് കൂടി തന്നെയാണ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് റെഡിയാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കറികളിലൊക്കെ വെളിച്ചെണ്ണ ചേർത്തെടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടുമൊന്നും വേണ്ട. ചെറിയ തരിപ്പോട് കൂടി തന്നെ ചെയ്തെടുത്താൽ മതി. അതുപോലെ അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവൻ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. നമുക്കിതൊരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പപ്പായയ്ക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക്, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തേങ്ങയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് ക്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ തന്നെ അരച്ചെടുക്കാം. ഇത് അപ്പോഴേക്കും നമ്മുടെ പപ്പായൊക്കെ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ടൊക്കെ അരച്ചെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പപ്പായ ഇവിടെ റെഡിയായി വരും. നമ്മളിങ്ങനെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ വേറൊരു കറികളുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആ സെയിം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കുറഞ്ഞ ഇതിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം കൂടുതൽ സമയം ഇളക്കി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാവുന്നതാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ വീട്ടിൽ പപ്പായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വറവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മതി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.